ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യർസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. എഗ്ലോണിയം അല്ല ഇന്നുള്ളത്, മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ നമ്മളെ ഹാങ്ങിങ് ഇല്ല, പോത്തോസ് വെറൈറ്റീസ്, ഫിലോഡൻഡൻ വെറൈറ്റീസ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. എല്ലാം ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുകളാണ് അധികവും. പിന്നെ സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസവും പിന്നെ വെറൈറ്റിക്ക് അനുസരിച്ച് വ്യത്യാസവും ഉണ്ടാവും. നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ഹാങ്ങിങ് കാണിക്കാം കേട്ടോ. ഇത് ഒരു പോത്തോസ് വെറൈറ്റിയാണ്. മാർബിളാണോ ഇനി വേറൊരു പേരുണ്ട്, അതാണോ എന്ന് കറക്റ്റ് അറിയില്ല. 30 റുപ്യ കേട്ടോ ഇതിന് റേറ്റ്. നല്ല റൂട്ടഡ് പ്ലാന്റാണ്. അതുപോലെ ഇത് ബ്രസീൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ഹാങ്ങിങ്. നല്ല ഗോൾഡൻ കളർ ഇവിടെ ലീഫിലെല്ലാം വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്, വൈറ്റും ഗ്രീനും കലർന്നിട്ടുള്ളത്. ഈ ഒരു സൈസാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിന് 20 രൂപയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ്സിന്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് റേറ്റുള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല, എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് 50 റുപ്യാണ്. ഇത് ഒരു പുതിയ ന്യൂ വെറൈറ്റിയാണ് കേട്ടോ. 100 റുപ്പീസാണ് ഇതിന് വില. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ, കണ്ടില്ലേ. ഇതിനൊരു പേരുണ്ട്, പേര് എനിക്കറിയില്ല. പിന്നെ പോത്തോസിലുള്ള വേറൊരു വെറൈറ്റി, ഇതൊക്കെ ഹാങ്ങിങ് ആണ്. ഇത് ഇതുപോലെ വേറൊരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനും റേറ്റ് ഉണ്ട്, അതേ റേറ്റ് തന്നെയാണ്. ഇതിനും 80 റുപ്യാണ് ഇതിൻ്റെ റേറ്റ്. പിന്നുള്ളത് വേറൊരു വെറൈറ്റി, ഇത് നമ്മൾ നല്ല വെൽവെറ്റ് ലീഫിലുള്ളൊരു വെറൈറ്റിയാണിത്, കണ്ടില്ലേ. നല്ല ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ട്. നല്ല രസമായി ലീഫ് കാണാൻ, വെൽവെറ്റ് ആയിട്ടുള്ള. അതാണ് ഒരു റേറ്റ്. നെക്സ്റ്റ് ഉള്ളത് പിന്നെ പിറ്റോണിയൻ്റെ ഒരു വെറൈറ്റിയാണ്. 20 റുപ്യാണ് ഇതിന് റേറ്റ്. പിന്നുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ID പെട്ടെന്ന് കിട്ടുന്നില്ല. നല്ല ഭംഗിയാണ് കാണാൻ, വൈറ്റും ഗ്രീനും ആയിട്ടുള്ളതാണിത്. ഇത് അതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. പിന്നുള്ളത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഇത് ബുഷിയായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്, ജെയ്ഡ് പ്ലാന്റ്. ഇല്ല, പോട്ട് ബുഷിയായ നല്ല രസമാണ് കാണാൻ. ലീഫ് ഇങ്ങനെ കട്ടിയായിട്ടുള്ള 50 രൂപയാണ് ഈ ഒരു സൈസിന്. നല്ല ശാഖകളൊക്കെ ഉള്ള വലിയ പ്ലാന്റാണ്. പിന്നെ ഇതൊരു ഫിലോഡൻഡൻ വെറൈറ്റീസാണ്. പിന്നെ സിൽവർ സ്പോഡ് എന്നറിയും. പിന്നെ ഇത് ഞാൻ ഇവിടെ പ്രൊപ്പഗേഷൻ ചെയ്തതിനെ കൊണ്ടാണ് ഈ റേറ്റിന് തരാൻ പറ്റുന്നത്. 50 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. സിൽവർ ലീഫായിട്ട് കണ്ടില്ലേ, നീണ്ട ലീഫായിട്ടുള്ള ഒരു ഫിലോഡൻഡൻ വെറൈറ്റിയാണ്. ഇത് വേറൊരു ഫിലോഡൻഡൻ വെറൈറ്റിയാണ്. ഇവിടെ ഇങ്ങനെ കൊത്ത് പണികളായിട്ട് വരും. ഇത് വലിയ പ്ലാന്റ് ആവുന്നതിനനുസരിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു വേരിഗേറ്റഡും ആണ്. മെച്ചേർഡ് ആകുമ്പോൾ വേരിഗേറ്റഡ് വരും. ഇതിന് 50 രൂപയാണ്. ഇതും 50 രൂപയാണ്. വേറൊരു ഫിലോഡൻഡൻ വെറൈറ്റിയാണ്. ഒരു മെറൂൺ ലീഫാണ് ഇനി വരിക, കണ്ടില്ലേ. ഇങ്ങനത്തെ ലീഫാണ് വരിക. ആദ്യം പച്ച മെറൂൺ വന്നിട്ട് പിന്നെ ഇതിലേക്ക് വരുന്നതാണിത്. പിന്നുള്ളത് ZZ പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ്. ഇത് ഡോഫാണ്. നല്ല ഭംഗിയുള്ളത്, കണ്ടില്ലേ. ലീഫ് നല്ല കട്ടി ഉണ്ടാവും അതിൻ്റെ. ഇതിങ്ങനെ ബുഷിയായി വന്നാൽ നല്ല രസമാണ് കാണാൻ. 100 റുപ്പീസാണ് ഇനി റേറ്റ്. ഇത് ബ്ലാക്ക് ZZ ആണ്. ഇതിന് 50 രൂപയുള്ളൂ. ചെറിയ തൈയാണ്. അതിൻ്റെ സാധാരണ വലിയ പ്ലാന്റ് ഉണ്ടാവും, സാധാരണ ഗ്രീൻ ZZ. ഇതിന് 100 റുപ്പീസേ ഉള്ളൂ. 2 ഷൂട്ടെല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മളെ സ്നേക്ക് പ്ലാന്റ്സിൽ പെട്ടാണ്, 50 രൂപയുള്ളൂ. ഇതിൻ്റെ യെല്ലോ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇത് ബിഗോണിയാണ്. ഇതിന് 50 റുപ്പീസാണ്. പിന്നെ ഉള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി ഫ്ലവറിങ് പ്ലാന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഇത് വയലറ്റ് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു ഫ്ലവറുള്ള ഇതാണ്. നല്ല രസമാണ് ഇത് കാണാൻ. വയലറ്റ് ഫ്ലവറാണ് ഉണ്ടാവുക, കണ്ടില്ലേ. അങ്ങനെ കുറേ വയലറ്റ് ഫ്ലവറുകളുണ്ടാവും ഇതിന്. പിന്നെയുള്ള വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മൾ പറയലുണ്ട് മഞ്ഞ വസന്തം എന്നെല്ലാം പറയലുണ്ട്. അതായത് പിന്നെ ഫ്ലവർ ലീഫായി മാറുന്ന ഒരു ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. അതിൻ്റെ തൈയാണിത്. അത്യാവശ്യം നല്ല ക്രീപ്പറായിട്ടുണ്ട് ഇത്. പിന്നെ ഉള്ളത് മെഡിനില. ഇങ്ങനെ കൊലയായിട്ട് പൂവുണ്ടാകുന്നൊരു പ്ലാന്റില്ലേ, അതിൻ്റെ തൈയാണിത്, മെഡിനില. പിന്നെ ഫിറ്റോണിയൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് 30 റുപ്യാണ് ഇതിന്. പിന്നെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്
ബ്രൈഡൽ ബൊക്കെ ഇതാ പൂവിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൂവിടും. ഇത് ചെറിയ തൈയായിട്ടാണ് ഇങ്ങനെ. ഇതിനെ കണ്ടില്ല, ഈ മുട്ടെല്ലാം നിറഞ്ഞിട്ട് ഇവിടെ നിറച്ചും പൂടും കൊലകൊലയായിട്ട്. ഞാൻ മദർ പ്ലാന്റ് കാണിക്കുന്നുണ്ട്. പിന്നുള്ളത് ഒരു വൈറ്റ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത്. പിന്നെ ഫുൾ വൈറ്റാണ് ഉണ്ടാവും അതിൻ്റെ ഫ്ലവർ. പേരെനിക്കറിയില്ല, വൈറ്റിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ സൺഡേ മൺഡേ ഉണ്ട്, അതിൻ്റെ ഒരു തൈയാണ്. പിന്നെ ഉള്ളത് ഡെക്കോമ വൈറ്റ്. ഇതെല്ലാം വള്ളി വീശിയിട്ടുണ്ട്, കണ്ടില്ലേ? ഡെക്കോമ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. കണ്ടില്ലേ എത്ര വള്ളി വീശിയിട്ടുണ്ട്. ഇതും വൈറ്റ് ഫ്ലവർ ഇടുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ ഉള്ളത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തൈയുണ്ട്, 30 റുപ്യക്ക്. പിന്നെ ഇത് മോൺസ്റ്ററിൻ്റെ തൈയാണ്, നല്ല ഭംഗിയുള്ള അഡാസോണി എന്നറിയും, അതിൻ്റെ ഒരു തൈയാണിത്. കണ്ടില്ലേ ലീഫ് ഇങ്ങനെ മുറിഞ്ഞ് കാണുന്നത്. നല്ല ബുഷിയായിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ ഉള്ളത് സിങ്കോണിയ ആൽബോ, 50 റുപ്പീസാണ് ഇതിന്. പിന്നെ ഉള്ളത് നമ്മളൊരു പിന്നെ അരീലിയ വെറൈറ്റിയിൽ പെട്ട വേരിഗേറ്റഡ് അരീലിയ എന്നറിയും, അതിൻ്റെ ഒരു തൈയാണിത്. നല്ല രസമാണ് കാണാൻ, ബുഷിയായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ. പിന്നുള്ളത് ഗ്ലോണിമേൽ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ തൈയാണ്, 50 റുപ്യാണ് ഇനി. പിന്നെ ഫിലോഡൻഡ്രൻ വെറൈറ്റിയിൽ ബേൾ മാർക്സ് എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. നല്ല ബുഷിയായാലും നല്ല രസമാണ് കാണാൻ, കണ്ടില്ലേ? ഇതിന് 50 റുപ്യാണ്. ഇതിൻ്റെ ചെറിയ തൈയുണ്ട് 30 റുപ്യക്കല്ലോ. ഇത് വലിയ പ്ലാന്റാണ്, കണ്ടില്ലേ? നല്ല രസമാണ് കാണാൻ ബേൾ മാർക്സ്. പിന്നെ ആന്തൂറിയം, ഏതാ ഫ്ലവറേന്ന് അറിയില്ല, റെഡാണോ ഓറഞ്ചാണോ എന്നറിയില്ല. പിന്നെ 100 റുപ്പീസാണ്. ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആന്തൂറിയം, നോർമൽ വെറൈറ്റി ആന്തൂറിയാണ് അത്. ഇത് ആണ് ഞാനൊരു തൈ കാണിച്ചില്ലേ, അതിൻ്റെ ഫിലോഡൻഡ്രൻ വെറൈറ്റീൻ്റെ ഉണ്ട് മദർ പ്ലാന്റ് ആണിത്. നല്ല രസമാണ് കാണാൻ, ലീഫ് ഇങ്ങനെ ആയിട്ട്. ഇതിൻ്റെ തൈക്കാണ് ഞാൻ 50 റുപ്യ പറഞ്ഞത്. നല്ല ഭംഗിയുള്ള തൈകളാണിത്. ഇത്രയും പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് എന്നാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. എല്ലാ വെറൈറ്റീസും ഉണ്ട്. അതുപോലെ ബിഗോണിയൻ്റെ കുറച്ച് പ്ലാന്റും കൂടി ഉണ്ട്, വേറെ 60 റേറ്റിൻ്റെ നല്ല വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അതുപോലെ കലാത്തിയാസ്, എഗ്ലോണിമ ഒക്കെ ഉണ്ട്, ചെറിയ തൈകളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടിയെന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.